കാരണം നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കൂടുതൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അനശ്വര രാജൻ സഹകരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അതിന്റെ പ്രൊഡ്യൂസർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശ് എണ്ണി മേടിച്ചിട്ട് പോലും ഒരു രീതിയിലും ഈ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ നാൻസി റാണി എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസറും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഹഹാന കൃഷ്ണയും ഇതുപോലെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ് എണ്ണി മേടിക്കുമ്പം ഇവർക്ക് ആർക്കും അറിയത്തില്ലേ, ഈ കാശ് മേടിച്ചിട്ട് നമ്മൾ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമാവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സത്യം പറഞ്ഞാൽ വെറും തെണ്ടിത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഇത്രയും പൈസ എണ്ണി മേടിക്കുവാണ്. പ്രത്യേകിച്ച് ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മൂവി ഹിറ്റ് ആയില്ലെങ്കിൽ ആ കാശ് കംപ്ലീറ്റും പോകും. അപ്പോൾ അത്രയും പൈസ മുടക്കി ആ ഒരു പടം ഇറക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊമോഷനും അതിന്റെ കാര്യങ്ങൾക്കും എല്ലാം കൂടെ നിൽക്കുക, അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ധ്യാൻ ശ്രീനിവാസനും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ എഗ്രിമെന്റിൽ വ്യക്തമായിട്ടുണ്ട്, ഇവർ ഈ ഒരു പടം നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അഗ്രിമെന്റിനകത്ത് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ പടം തീരുന്നത് വരെ നിങ്ങൾ കൂടെ കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു എഗ്രിമെന്റിനകത്തുള്ളത്. പക്ഷേ അതിന് പോലും പല ആൾക്കാർ ഇപ്പം വില കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പ്രൊഡ്യൂസറിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഇൻഫാക്ട് ഇതിലെ മെയിൻ കാസ്റ്റ് ഇത് ഒരു ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരില്ലാതെ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് ഫ്ലെയറപ്പ് ആയതാണ് ഇപ്പോൾ സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് വന്നതുമല്ല. ഫ്ലയറപ്പ് ആയപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം. അതിൽ ഞാൻ മാറുന്നൊന്നുമില്ല. സംഭവിച്ചത് സിനിമയുടെ പാട്ടുകളും ട്രെയിലറും റിലീസ് ചെയ്യാനുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാ പേജിൽ കൂടെ അത് ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. അതാണ് നമ്മുടെ പ്രൊമോഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ അതൊരു ഭയങ്കര ഡീമോറലൈസിംഗ് ആയിട്ടുള്ളൊരു ഇതായി. അപ്പോൾ ഏകദേശം 1.8 മില്യൺ അടുപ്പിച്ച് അനശ്വര രാജന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്. അഫ്കോഴ്സ് ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ത്രൂ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മൂവിക്കകത്ത് മെയിനായിട്ട് ലീഡിംഗ് റോളാണ് അനശ്വര രാജനുള്ളത്, അല്ലാതെ വെറുതെ സൈഡ് റോളൊന്നും അല്ല. അപ്പം ഇതെല്ലാം ആക്ച്വലി പ്രൊമോഷന്റെ ഭാഗമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ സഹകരിക്കുന്നില്ല എന്ന് ഒരു പിടുത്തവുമില്ല. ഈ പറയുന്ന അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി, ഈ ഒരു മൂവി റിലേറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു റീസൺ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേനെ. അത് ഒരു കാര്യവുമില്ലാതെ നമ്മൾ കാശും മേടിച്ചിട്ട് ഈ മൂവി പ്രൊമോഷന് പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര അങ്ങോട്ട് ആർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ഇതും ഇവരൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്കിത് കണ്ടിട്ടും ഈ പുള്ളിയുടെ സംസാരം കേട്ടിട്ടും എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. ചിലവാക്കിടെ കാണാം. ഇതിപ്പം പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷന് വരണം. അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കരുത് എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ബാക്കി എല്ലാം വിട്ടു. ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയും കൂടിയാണ് അനശ്വര രാജൻ. പക്ഷേ എന്തുകൊണ്ടോ റിലീസ് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ആ സഹകരണം ഉണ്ടായില്ല. അങ്ങിങ്ങ് പറയാനായിട്ട് ചെറിയ ഇന്റർവ്യൂ കൊടുക്കുകയും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുന്നതല്ലാതെ ഒരു പ്രൊമോഷൻ ഉടനീളമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത്, അത് പ്രത്യേകിച്ചും ഇൻസ്റ്റയിൽ കൂടെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അത് നമ്മളെ ബാധിച്ചു എന്നുള്ളത് ആ വിഷമം നമുക്ക്. കാരണം കുറേ പ്രാവശ്യം നമ്മൾ കുറേ കേണ് അപേക്ഷിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ട് പോലും ഒരു റെസ്പോൺസ്. അതായത് ഈ ഇന്റർവ്യൂ ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി പല ചാനലുകൾ ഈ വിഷയം എടുത്തിട്ട് ഈ നിമിഷം വരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. വിളിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത്? പ്രൊമോഷൻ വരെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചു, അമ്മയുടെ അടുത്തും മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു സഹകരിക്കും, ഉടൻ തന്നെ വിളിക്കും, ഇപ്പോൾ ചെയ്യും. എന്തോ ഇപ്പോൾ ഒരു മാനസികമായി ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട്, അല്ല എന്തോ അവരുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫൈനലി ഇതിങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ അവസാനം അമ്മയോട് കുറിച്ച് പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു രീതിയിലും ഇവർ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് ദോഷം, വേറെ ഒന്നുമല്ല. കാര്യം നിങ്ങളുടെ കരിയറിനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു മനുഷ്യനും പടത്തിൽ വിളിക്കാതെ വരും. അന്നേരം പിന്നെ ഈ ഒരു ക്യാരക്ടറൊക്കെ അങ്ങ് മാറിക്കോളും. അന്നേരമായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. കുറേ പടങ്ങൾ കിട്ടാതെ ഇപ്പം കുറച്ച് ആൾക്കാർ ഇപ്പോൾ പുറത്തിരിപ്പുണ്ട്, അറിയാമല്ലോ. അവരൊക്കെ ഒരുപാട് ആറ്റിറ്റ്യൂഡ് കാണിച്ചതിൻ്റെ പേരിലാണ് അവർക്കൊന്നും ഇപ്പോൾ നിലവിൽ പടങ്ങൾ കിട്ടാത്തത്. അത് വേറൊരു സത്യം. ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് അതിൻ്റെയെങ്കിലും ഒരു ബോധം കാണിക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇനി വീണ്ടും ചെന്ന് പ്രൊമോഷൻ വരണമെന്ന് പറയുമ്പോൾ വീണ്ടും അത് ഇരട്ടി ബുദ്ധിമുട്ടാവാൻ പോകുന്നേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും വരില്ല. പിന്നെ നീ എന്ത് തുറന്നു പറയുന്നതല്ലേ ഏറ്റവും ബെറ്റർ. എന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു?
ഇന്ദ്രജിത്ത് ഒരു സീസൺഡ് ആക്ടറാണ്. ഇന്ദ്രജിത്ത് അനശ്വരയുടെ അടുത്ത് സംസാരിച്ചിരുന്നു ഈ കാര്യം, പ്രൊമോഷൻ വരണം. ആസ് എ സീനിയർ ആക്ടർ പുള്ളിക്കാരൻ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് സംസാരിക്കാനുള്ള പുള്ളിക്കാരൻ ചെയ്തു. പക്ഷേ ഈ പറയും പോലെ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ദ്രജിത്ത് എന്താ പറയുന്നത്? ഇന്ദ്രജിത്ത് പറഞ്ഞിട്ടും അവർ അതിന് അനുകൂലമായി റെസ്പോണ്ട് ചെയ്തില്ലെന്നാണ്. അതെ, ഇന്ദ്രനും അറിയത്തില്ല ഇത് എന്താ ഈ സംഭവം എന്നുള്ള അറിയത്തില്ല. അപ്പം എന്തുകൊണ്ട് ദീപു എന്ന് മാത്രം ഇന്ദ്രൻ എന്നോട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു പറയാതെ നമുക്ക് അറിയത്തില്ല. ഇന്ദ്രജിത്ത് സുകുമാരനാണ് അനശ്വരയുടെ കൂടെ ഈ ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. ഇന്ദ്രജിത്ത് വിളിച്ച് പറഞ്ഞിട്ട് പോലും എന്താണ് ഇതിന്റെ ഒരു കറക്റ്റ് റീസൺ എന്ന് ഇതുവരെ ആ ഒരു കുട്ടി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അനശ്വരയുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു. എന്തായാലും കഷ്ടം തോന്നുന്നുണ്ട്. കാര്യം പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഇതൊരു വലിയൊരു പാഠമായിരിക്കണം. കാര്യം പലരും വന്ന് അന്ധമായിട്ട് കുറേ കാശ് ചിലവാക്കി വെറുതെ പടം എടുക്കുന്നുണ്ട്. കാര്യം ഇതിൽ നിന്ന് ഒരുപാട് പൈസ തിരിച്ച് നമുക്ക് റിട്ടേൺസ് കിട്ടുമെന്നും വെച്ചുകൊണ്ടായിരിക്കും കുറേ പൊട്ടപ്പടങ്ങൾ എടുക്കുന്നത്. ഈ പടങ്ങൾ ഇറക്കുന്ന സമയത്ത് ഇത് 8 നില പൊട്ടുകയും ചെയ്യും, അവരുടെ കാശ് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു വ്യക്തി. ഒരു പടം പോലും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു അതിശയം. പിന്നെ എന്തിനാണ് ഈ പുള്ളിയും വെച്ചുകൊണ്ട് പടം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല. എന്തായാലും ഏത് പടമായി കഴിഞ്ഞാലും മേടിക്കുന്ന കാശിനോടെങ്കിലും ശകലം കൂറ് കാണിക്കുക. പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു വ്യക്തിയും ഈ ഒരു കാശ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പം ഇതിനകത്ത് ഈ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാശ് എണ്ണി മേടിച്ചു എന്ന്, അതായത് ചോദിച്ച് മേടിച്ചിട്ടൊക്കെയാണ് ഷൂട്ടിന് ചെന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയോടെ കാണാം. ഇതിപ്പം എൻ്റെ ഇത്രയും നാളുണ്ടായിരുന്നു എന്നോട് പറയാനായിട്ട്, എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ഈ ഇന്റർവ്യൂവും ഈ പറയും പോലെ ഈ മാധ്യമ ശ്രദ്ധയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനെ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാവുന്ന ഓരോ അറ്റാക്കുകളുണ്ട്. ഞാനിനി അതാണ് ഏത് വഴിയിലാണ് വരുന്നത് നോക്കുന്നത്. നമ്മൾ അറിയാതെ പറഞ്ഞു പോയതും അല്ലെങ്കിൽ നമ്മുടെ നിലപാട് മാറ്റാതെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് ഏത് രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ടറിയാം. അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതാണെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം. അതിനുള്ള എന്താ കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം. ഈ റെമ്യൂണറേഷൻ തന്നിട്ട് തിരിച്ച് ആ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ അവർ തയ്യാറാവണം. മനസ്സിലായില്ലേ? അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണമില്ലാതെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എന്തെങ്കിലും മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം നമുക്കത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വാസം. കേട്ടല്ലോ, ചോദിച്ച് മേടിച്ചിട്ടാണ് ഷൂട്ടിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു പരിപാടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കൊണ്ടുവന്ന ഒരു കേസാണ് കൊടുക്കണമായിരുന്നു. ഈ കേസ് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്ത പൈസ കംപ്ലീറ്റ് തിരിച്ചു മേടിക്കണമായിരുന്നു. അതായിരുന്നു ഇതിനകത്ത് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന വെറും തോന്നിവാസമല്ലേ ഇത്? ഇന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കുറേ ആൾക്കാർ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അങ്ങനൊന്നും അല്ല, ആ കുട്ടി നല്ലതാ, ആ കുട്ടി ചിലപ്പോൾ ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ എന്ത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അത് റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് അനശ്വരയ്ക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസറെ വിളിച്ച് കാര്യങ്ങൾ പറയുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇത് ശരിക്കും കാണിക്കുന്നത് വളരെ തോന്നിവാസമാണ്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്നുണ്ട്. പുള്ളി പറയുന്ന കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് അവർ സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോട് എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല എന്ന് വെച്ച് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമയെ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ ലീഗലി പോവാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടനി. ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് ചെയ്തേ പറ്റും. അത്തരത്തിൽ പിണക്കങ്ങളോ അണക്കങ്ങളൊക്കെ പ്രോസസ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതില് പ്രൊഡ്യൂസർ അതൊക്കെ ആലോചിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്കതിന് ഒരു പ്രശ്നമില്ലാത്തത് അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണ്. കറക്റ്റാണ്. ഒരു പടത്തിന്റെ ഇടയിൽ ഒരു പക്ഷേ ഡയറക്ടറുമായിട്ട് ഇഷ്യൂസ് കാണുമായിരിക്കാം, പ്രൊഡ്യൂസറായിട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് ആ പടം തീരുന്നത് വരെ നമ്മൾ ആ പടത്തിന്റെ കൂടെ തന്നെ ഒന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ പടം സകല പടങ്ങളും പൊട്ടുവാണ്. പക്ഷേ പുള്ളി എല്ലാ പ്രൊമോഷന്റെ ഭാഗമായിട്ടും പുള്ളിക്കാരനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാതെ പടത്തിനെ കാട്ടി ഇന്റർവ്യൂ ആണ് പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്. എന്തായാലും പുള്ളി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി തീർന്നിട്ടില്ല. ഇനി വേറൊരാളും കൂടി ഉണ്ട്, അഹാന കൃഷ്ണൻ. ഈ വ്യക്തിയെ പറ്റി ഇനി പറയുമ്പോഴത്തേക്ക് ഇനി അടുത്ത എന്ത് പ്രശ്നം ഉണ്ടാവും നമുക്കറിയത്തില്ല. കാര്യം ഇവരുടെ കുടുംബത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇവരുടെ കുടുംബത്തിലുള്ളവർ പറയുന്നത് യൂട്യൂബേഴ്സിന് വേറെ പണിയൊന്നുമില്ല, കൂലിയൊന്നും ഇല്ലാതെ തിരിഞ്ഞ് കിടക്കുവാണ്, അങ്ങനെയുള്ള ഡയലോഗുകളാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് അഹാന കൃഷ്ണ അഭിനയിച്ച നാൻസി റാണി എന്ന് പറയുന്ന മൂവിയിലെ പ്രൊഡ്യൂസർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
ഇപ്പോൾ ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം റിലീസിന് വരുമ്പോൾ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാടുണ്ട്. പക്ഷെ അതിപ്പോൾ പുറത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ബെറ്റർ ഞാൻ ഇപ്പോൾ അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് അതിൻ്റെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, PRO വിളിച്ചിരുന്നു, നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരത്തി ജോയിൻ ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള റീസൺ എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഷെയ്ൻ നിഗത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. അതിനുശേഷം വേറെ ഒരു നടിയുടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അടുത്ത ഏറ്റവും വലിയ വിവാദങ്ങളാണ് ഈ ഒരു വിഷയങ്ങൾ. ഈ അഹാന കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൂവീസ് ഒന്നും ഇല്ല. അത് വളരെ ഒരു സത്യമാണ്. എന്നാൽ ആകെ കിട്ടുന്ന മൂവീസ് എങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് മൂവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അഹാനയുടെ ഒക്കെ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കഴിവതും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാരിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. കാര്യം ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് നോക്കണം. വേറെ ആരെയും കിട്ടിയില്ലേ, ഇതിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നടിമാരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പോരായിരുന്നോ എന്നുള്ള രീതിയിലുള്ള കമൻസ് ആയിരുന്നു. ഇത്രയും പൈസ മുടക്കി ഓരോ പടങ്ങൾ എടുക്കുവാണ്. അന്നേരം നിങ്ങൾ നിങ്ങളുടെ തോന്നുന്ന സമയത്തിന് വേണ്ടിയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ വേറെ ആരും അത് കേട്ടോണ്ടൊന്നും ഇരിക്കത്തില്ല. കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഈവൻ അനശ്വര രാജനടക്കം ഇതുപോലെ ഒരു സംവിധായകൻ്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണിപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള അഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത്. എഗ്രിമെൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ? അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഫൈനാൻഷ്യൽ സെറ്റിൽമെൻ്റ് എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു. എഗ്രിമെൻറ്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ ഇത് നമ്മൾക്ക് ഇപ്പോൾ അജുചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കയറ്റി വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കണേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മളത് സഹിക്കാം. കാരണം നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കൂടുതൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ്. കേട്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോളജി ചെയ്യാനായിട്ട് വരെ അവർ റെഡിയായിരുന്നു. അതായത് അവർ ചെയ്തിട്ടുമുണ്ട് എന്നാണ് അവർ പറയണത്. എന്നിട്ടും ഈ ഒരു പടമായിട്ട് സഹകരിക്കുന്നില്ല. പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൾറെഡി എല്ലാം സെറ്റിൽമെൻറ്റ് കഴിഞ്ഞതാണ്. ശരിക്കും ഇത്രയും കാശ് മേടിച്ചിട്ടും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഭയങ്കര മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ പകുതിയും തുലയ്ക്കുന്നതിനകത്ത് ഈ നടന്മാർക്കും നടിമാർക്കും ഏറെക്കുറെ പങ്കുണ്ട്. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് വന്നിട്ട് ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പടം എടുക്കുന്നത്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കുന്നത്. കൊള്ളാം, എന്തായാലും നല്ല പരിപാടി. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ അഹാന കൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ഒരു മറുനാടനിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഞാനും എൻ്റെ മക്കളും ചാൻസ് തണ്ടി ഒരിടത്തും പോവാറില്ല. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ആരിടത്തും പോയി അങ്ങോട്ട് ചാൻസ് ചോദിക്കാറില്ല എന്ന്. എന്നാൽ ഇങ്ങോട്ട് വരുന്ന കിട്ടുന്ന അവസരം പോലും നല്ല രീതിയിൽ ഇവർക്ക് കൊണ്ടുപോകാൻ അറിയത്തില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണരുത്, ഞാൻ പൊതുവായിട്ട് ചോദിക്കുകയാണ്. ഒരു വിമൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു കുപ്പായം അണിഞ്ഞപ്പോൾ ശരിക്കും അത് ഒരു മെൻ എന്നുള്ളൊരു ജെൻഡറിൽ പെടുന്ന ആൾ ചെയ്യുന്നത്ര ഈസി ആയിട്ട് ഫീൽ ചെയ്തോ? അതോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തലുകൾ വന്നോ? ഇത് ഞാൻ റിയലായിട്ട് ഫേസ് ചെയ്ത സംഭവമാണ്. അത് ഞാൻ പേരെടുത്ത വ്യക്തികളെ ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നേരത്തെ ഒരിക്കൽ സാൻഡ്ര തോമസ് മാം ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ അന്നത് ലൈവ് TV കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അന്ന് ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ഇത് നോക്ക്, ഞാൻ അന്ന് അവിടെ ഇരുന്ന് ഫേസ് ചെയ്തതല്ലേ, ഞാനും എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ഞാൻ അന്ന് അവിടെ ലൈവായിട്ടിരുന്നത് ഫേസ് ചെയ്ത സംഭവമല്ലേ പപ്പേ, എന്തെങ്കിലും എനിക്കും അതിനെക്കുറിച്ച് പറയാനൊരു അവസരം വിചാരിക്കല്ലേ പപ്പയെന്ന്. പക്ഷെ ഞാൻ ഇപ്പോൾ അവസരം മുതലാക്കുന്നില്ല. പക്ഷെ അത് വിമൻ മെൻ എന്നുള്ളത് സത്യമായിട്ടും ഒരു ഡിഫറൻസ് ഉള്ളത് തന്നെയാണ്. അത് ആ പവർഫുൾ റാങ്കിങ്ങിൽ ഇരിക്കുന്ന ചില ആളുകൾ തന്നെയാണ് അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞ സാൻഡ്ര തോമസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അവരൊക്കെ ഫേസ് ചെയ്ത ഇഷ്യൂസ്
എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന നടന്മാരായാലും നടിമാരായാലും ഈ വേടിക്കുന്ന ക്യാഷിനുണ്ടല്ലോ ഇച്ചിരിയെങ്കിലും ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കരിയറിനെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. ഈ മൂവി പ്രൊമോഷനൊക്കെ പോകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ തോന്നിയാസമാണ്. ആ മൂവി ഇനി ഇറങ്ങി പൊട്ടിയോ പൊട്ടാതിരിക്കുകയോ, പക്ഷേ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ പോകാതിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, ഈ PR വർക്ക്, ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിനൊക്കെ. ശരിയും അവരുടെയും കൂടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കുക. എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.